ഹായ് ഫ്രണ്ട്സ്, അതെ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പപ്സ് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ ബ്രെഡ് ആവിയിൽ വേവിക്കുക, മുട്ട പുഴുങ്ങാനും വെക്കുക. എന്നിട്ട് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇഞ്ചി, പച്ചമുളക്, സബോള എല്ലാം കൂടി ആ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് വലിച്ചിട്ട് അതൊക്കെ വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തില്ല കേട്ടാ. അപ്പോൾ ഐഷ പറയട്ടെ, ചേച്ചി ഒരു മുടി ഫ്രണ്ടിലേക്ക് എടുത്തിടുന്നു. അപ്പോൾ അത് ഇടുന്നതാട്ടെ കാണുന്നത്. മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്, മസാലയും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവി കയറ്റി ബ്രെഡ് എടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാവേ. ആദ്യം വിചാരിച്ചത് പപ്സിൻ്റെ ഷേപ്പിലൊക്കെ മടക്കാമെന്ന് കേട്ടോ. പക്ഷേ ഇങ്ങനെയല്ലായിട്ട് സംഭവം ഇരിക്കണത്. ഇങ്ങനെ മടക്കി പച്ചയിറുക്കിൽ കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ മടക്കിയിട്ട് ശരിയായില്ല. ഇറുക്കിൽ നിന്നൊക്കെ ഊരിപ്പോരായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ബ്രെഡിനകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യാനായിട്ട് ചെയ്തത്. ബ്രെഡ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മുട്ട തേച്ച് ഇങ്ങനെ തൂക്കി കൊടുക്കണേ. എന്നാലാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ആ ജോലി ഞാൻ ഐഷനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉണ്ണിയുടെ അടുത്തേക്ക് പോയിട്ടാ. ഉണ്ണിയുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ തന്നെ ആ പണി ചെയ്ത് തീർത്തു. എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വേവിച്ചെടുക്കാം കേട്ടോ. സംഭവം ഇത് എളുപ്പപ്പണിയാണെങ്കിലും അടിപൊളിയായിട്ട് ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിച്ചവരും മോശം അഭിപ്രായം പറഞ്ഞില്ല. ചിലതിന് കുറച്ച് ഭംഗിക്കുറവുണ്ട്, പക്ഷെ കഴിക്കുമ്പോൾ സാധനം സൂപ്പറാണ്. ഐഷയും ഞാനും ഉണ്ടാക്കി അപ്പം തന്നെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടാ. സംഭവം നല്ല എളുപ്പ പരിപാടിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അയ്യോ, പറയാൻ മറന്നു, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.